മോർണിംഗ് അമേരിക്ക. ലോകം കണ്ടും കേട്ടും പഴക്കമില്ലാത്ത പലതും നമ്മളെ ശീലിപ്പിക്കുകയാണ് ട്രംപ്. യുദ്ധം അവസാനിപ്പിക്കുന്നതും താരിഫ് പ്രഖ്യാപിക്കുന്നതുമൊക്കെ തികച്ചും എക്സ്ക്ലൂസീവായി സ്വന്തം സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെ വേണം ലോകം അറിയേണ്ടതെന്ന് ട്രംപ് അങ്ങ് തീരുമാനിച്ചു. ഇനി ഉണ്ണുന്നതും ഉറങ്ങുന്നതും പല്ല് തേക്കുന്നതും കുളിക്കുന്നതും കൂടെ ട്രൂത്ത് സോഷ്യലിലാകുമെന്ന് വിമർശകർ പരിഹസിക്കുമ്പോഴും ട്രംപിന് കൂസലേതുമില്ല. ഏൻ വഴി തനി വഴി എന്നൊരു ആറ്റിറ്റ്യൂഡിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇരിക്കെയാണ് നാഴികയ്ക്ക് 40 വട്ടം സുഹൃത്ത് രാജ്യമെന്ന് ട്രംപ് വിളിക്കുന്ന ഇന്ത്യക്ക് 8ന്റെ പണിയായി 25% താരിഫ് പ്രഖ്യാപിക്കുന്നത്. അതും പോരാഞ്ഞ് റഷ്യയിൽ നിന്ന് എണ്ണയും ആയുധങ്ങളും വാങ്ങുന്നതിനൊരു പിഴയും. ചേട്ടാ, നമ്മൾ ഇതൊക്കെ എവിടെ നിന്ന് വാങ്ങിക്കണമെന്ന് പറയാൻ ഇദ്ദേഹം ഇനി ട്രംപുരാനോ മറ്റോ ആണോ എന്ന ചോദ്യത്തിനൊന്നും ഇവിടെ യാതൊരു പ്രസക്തിയുമില്ല. എല്ലാം അദ്ദേഹം സ്വന്തം നിലയ്ക്ക് അങ്ങ് തീരുമാനിക്കുകയാണ്. ഇതൊന്നും പോരാ, ഇന്ത്യയുടെ ചങ്കിൽ കൊള്ളാനെന്നും അദ്ദേഹത്തിന് അറിയാം. അപ്പോ ദാ വരുന്നു ട്രംപ് കാർഡ്. പാകിസ്ഥാൻ ബെസ്റ്റാ, പാകിസ്ഥാനുമായി തങ്ങൾ കരാറുണ്ടാക്കുന്നെന്ന ഭീഷണി. ഇത്തിപ്പൂരം എണ്ണ നിക്ഷേപമുള്ള പാകിസ്ഥാൻ ഇന്ത്യക്ക് എണ്ണ വിൽക്കുന്ന കാലം വരുമെന്നൊരു യമണ്ടൻ പ്രവചനവും. ഇനി ഇതൊക്കെ ഇന്ത്യയെ, നമ്മുടെ കൊച്ചു കേരളത്തെ, നമ്മുടെ വ്യവസായങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നാണ് ചോദ്യം. അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കും ഈ വാരം ചിന്തിക്കുന്നത് ഈ വിഷയമാണ്. ട്രംപ് ആഘാതം കേരളം വരെ. ഇന്നത്തെ എന്റെ അതിഥികൾ കിറ്റക്സ് MD സാബു ജേക്കബ്, കൺസർവേറ്റീവ് ആക്ടിവിസ്റ്റും റിപ്പബ്ലിക്കൻ പാർട്ടി മെമ്പറുമായ വിൻസെന്റ് സേവ്യർ പാലത്തിങ്കൽ, പ്രൊഫഷണൽ പൊളിറ്റിക്കൽ അനലിസ്റ്റായ വിശാൽ ചെറിയാൻ, ക്യാൻസർ ഗവേഷകയും സോഷ്യൽ ആക്ടിവിസ്റ്റുമായ ഡോക്ടർ ജയശ്രീ നായർ എന്നിവരാണ്. എല്ലാ പ്രേക്ഷകർക്കും എല്ലാ അതിഥികൾക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ് ന്യൂയോർക്കിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ സാബു ജേക്കബിലേക്കാണ്. ശ്രീ സാബു ജേക്കബ്, ട്രംപിന്റെ 25% താരിഫ് ഇന്ത്യൻ വസ്ത്ര കയറ്റുമതി മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലുകൾ വരുന്നുണ്ട്. അപ്പോൾ നഷ്ടം കൂടിയാൽ തൊഴിലാളികളെ വരെ പിരിച്ചുവിടേണ്ടി വരുമെന്ന് വരെയുള്ള ആശങ്ക പല അപ്പാരൽ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലുകളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മറ്റ് 50-ലേറെ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഉന്നത താരിഫാണ് ഇന്ത്യക്ക് മേൽ ചുമത്തിയിരിക്കുന്നത്. ഇതേത് രീതിയിൽ കേരളത്തെ ബാധിക്കും, കേരളത്തിലെ വ്യവസായങ്ങളെ ബാധിക്കും, മറ്റ് വ്യവസായങ്ങളെ ബാധിക്കും? ഇതെങ്ങനെ നമുക്ക് മറികടക്കാനാകും? ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഉള്ള എക്സ്പോർട്ട് എന്ന് പറയുന്നത് $87 ബില്യൺ ആണത്. അതേസമയത്ത് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി 46 ബില്യണും. അപ്പോൾ തീർച്ചയായിട്ടും അതിലൊരു ഈ എക്സ്പോർട്ടും ഇമ്പോർട്ടുമായിട്ടുള്ളൊരു അന്തരം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഈ തീരുവയിൽ ഇതുപോലെ കർശനമായിട്ടുള്ളൊരു നിലപാടെടുക്കുന്നത്. ടെക്സ്റ്റൈൽസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള അമേരിക്കയിലുള്ള എക്സ്പോർട്ട് എന്ന് പറയുന്നത് 11 ബില്യണാണത്. 11 ബില്യൺ എന്ന് പറയുമ്പോൾ ടെക്സ്റ്റൈൽ സെക്ടർ മുഴുവനായിട്ടും, അതിൽ അപ്പാരൽ, അതായത് ഗാർമെൻറ്റ് സെക്ടർ എടുക്കുകയാണെങ്കിൽ 6 ബില്യൻ്റെ എക്സ്പോർട്ടാണ് അമേരിക്കയിലേക്കുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 25% തീരുവ എന്ന് പറയുമ്പോൾ അത് ഇന്ത്യൻ വസ്ത്ര നിർമ്മാണ രംഗത്ത് അത് വളരെ അധികം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. പക്ഷേ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല 25% ഒരു ട്രംപിനെ സംബന്ധിച്ചൊരു ത്രെട്ടായിട്ട്, അതായത് ഇന്ത്യയെ അമേരിക്കയുടെ ആവശ്യത്തിനനുസരിച്ച് ടാരിഫ് കുറച്ച് കൊണ്ടുവരിക, അതിനുള്ളൊരു സമ്മർദ്ദ തന്ത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് 1-ാം തീയതി പ്രാബല്യത്തിൽ വരേണ്ട ടാരിഫ് 7 ദിവസത്തേക്ക് കൂടി അദ്ദേഹം സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം മറ്റ് രാജ്യങ്ങൾക്കൊക്കെ അത് തീരുമാനിച്ച് അതെല്ലാം ഒപ്പുവെച്ച് കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ മാത്രം വീണ്ടും 7 ദിവസത്തേക്ക് നീട്ടിയിരിക്കുകയാണത്. അപ്പോൾ തീർച്ചയായിട്ടും 7 ദിവസത്തിനുള്ളിൽ ഈ ടാരിഫിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകും. മറ്റ് രാജ്യങ്ങൾക്കൊപ്പം തന്നെ ഇന്ത്യയും ഒന്നല്ലെങ്കിൽ അതേ രീതിയിലുള്ള ടാരിഫ് ചൈനയായിട്ടല്ല, ബംഗ്ലാദേശ് ആയിട്ടും അതുപോലെ തന്നെ വിയറ്റ്നാം, കംബോഡിയ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് കോമ്പീറ്റ് ചെയ്യാവുന്ന രീതിയിൽ അതിന് തുല്യമായിട്ടോ അതിനേക്കാൾ കുറഞ്ഞ ടാരിഫായിരിക്കും ഇന്ത്യക്ക് വരിക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്നും അല്ലെങ്കിൽ തന്നെയും ഇന്ത്യൻ വ്യവസായത്തിൽ ഇന്ത്യ എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് മാർക്കറ്റ് വളരെ വലുതാണ്. ഇന്ത്യയിലെ മാർക്കറ്റ് മാത്രം എടുത്താൽ തന്നെ ഇന്ത്യക്ക് നിലനിൽക്കാനായിട്ടുള്ള സാഹചര്യം ഒന്നുണ്ട്. അതിനേക്കാളുപരി ഈ അടുത്തയിടെ UK-യുമായിട്ടുള്ള ട്രേഡ് അഗ്രിമെൻറ്റ് അത് 0 ഡ്യൂട്ടിയാണ്. അതായത് ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ട് UK-യിലേക്കുള്ള എക്സ്പോർട്ടിന് 0% ഡ്യൂട്ടിയിലാണ് ഇപ്പോഴത്തെ ട്രേഡ് അഗ്രിമെൻറ്റ് വന്നിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പോൾ അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ലൊരു ഭാഗം UK-യിലേക്ക് മാറാനായിട്ടുള്ള സാഹചര്യമുണ്ട്. അതുമാത്രമല്ല, യൂറോപ്യൻ വിപണിയിൽ യൂറോപ്യൻ യൂണിയനുമായിട്ട്
നെഗോസിയേഷൻ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതും ഇതുപോലെ തന്നെ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് വരാനായിട്ടുള്ള സാഹചര്യം വരുന്ന മാസങ്ങളുണ്ട്. അപ്പോൾ അതുകൂടി വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇനിയിപ്പോൾ ഉയർന്ന ടാരിഫ് 25% ടാരിഫ് അമേരിക്ക ചുമത്തിയാൽ തന്നെയും ഇന്ത്യൻ വസ്ത്രനിർമ്മാണ രംഗത്ത് അത് യാതൊരു രീതിയിലും ഒരു ചലനം സൃഷ്ടിക്കില്ല. കാരണം താൽക്കാലികമായിട്ട് ചില ബുദ്ധിമുട്ടുകളുണ്ടാക്കാം. കാരണം ഇപ്പോൾ അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അത് താൽക്കാലികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കാം. പക്ഷേ അത് വരുന്ന ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഈ ബിസിനസ് UK-യിലേക്കും യൂറോപ്പിലേക്കും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് മാർക്കറ്റുകളിലേക്കും ഒക്കെ മാറി അതിനെ തരണം ചെയ്യാനായിട്ട് ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ടാരിഫ് 25% പൂർണ്ണമായിട്ടും തീരുമാനിച്ചിട്ടില്ല. അതിൽ വ്യത്യാസം വരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു അനിശ്ചിതത്വം ഉണ്ട് എന്നല്ലാതെ അത് ലോങ് ടൈമിൽ ഇന്ത്യൻ മാർക്കറ്റിനെ ഒരു കാരണവശാലും എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ശരി, എന്തായാലും അങ്ങ് ശുഭാപ്തി വിശ്വാസത്തിലാണ്. നമുക്ക് നമ്മുടെ അമേരിക്കയിൽ നിന്നുള്ള അതിഥികളോടുകൂടെ ചോദിക്കാം. ശ്രീ വിൻസെന്റ് സേവ്യർ പാലത്തിങ്കൽ, സാബു ജേക്കബ് എന്തായാലും അദ്ദേഹം വളരെ ശുഭാപ്തി വിശ്വാസത്തിലാണ്. നമുക്ക് വരും കാലത്തിൽ മെച്ചപ്പെട്ട കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. 7 ദിവസം കൂടി ഇത് മാറ്റിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കായ ഒരു സോഫ്റ്റ് കോർണർ ഇപ്പോഴും ട്രംപിന്റെ മനസ്സിലുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി അങ്ങ് വിലയിരുത്തുന്നതനുസരിച്ച് ട്രംപ് ട്രാൻസാക്ഷണൽ ഡിപ്ലോമസിക്ക് വളരെ പേരുകേട്ട ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ പാകിസ്ഥാനുമായ ഒരു കരാർ ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ പോസിറ്റീവാണെന്ന് അങ്ങ് വിശ്വസിക്കുന്നു. ഒപ്പം തന്നെ ചൈനയെ ഈ വിഷയത്തിൽ ഏത് രീതിയിലാണ് ട്രീറ്റ് ചെയ്യുക? അപ്പോൾ പാകിസ്ഥാനെ ഇവിടെ ഒരു ട്രംപ് കാർഡായി ഉപയോഗിക്കുകയാണോ അദ്ദേഹം? ഇപ്പൊ സാബുവിന്റെ കയ്യിൽ നിന്ന് നമ്മൾ തന്നെ കേട്ടു. സാബുവിന്റെ ഫാക്ടറി 2 പ്രാവശ്യം വിസിറ്റ് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. ഐ നോ ഹിം വെരി വെൽ. ഇവിടേക്ക് വളരെ പ്രൗഡായിട്ട് സാബുവിന്റെ പ്രൊഡക്ട്സ് അമേരിക്കയിൽ വിൽക്കുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ വളരെ അഭിമാനത്തോടു കൂടി ഒരു കേരള ബിസിനസ്മാൻ എന്നുള്ള രീതിയിൽ പുള്ളിനെയൊക്കെ പല സ്ഥലത്തും സംസാരത്തിൽ പ്രസന്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളിയുടെ കയ്യിൽ നിന്ന് തന്നെ നമ്മൾ കേട്ടു, ഇതൊരു വലിയൊരു ആഘാതമൊന്നും ഇന്ത്യക്കോ കേരളത്തിനോ ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല, വി വിൽ മാനേജ്. അപ്പൊ നമ്മൾ ഈ കാര്യത്തിൽ ചിന്തിക്കേണ്ടത്, ഇത്രയും നാളും ഉണ്ടായിരുന്ന നമ്മുടെ ഒരു ടാരിഫ് റിജൈം, നെഹ്റു തുടങ്ങി ഉണ്ടാക്കി വെച്ച 100, 200, 300% ടാരിഫ് ചുമത്തുന്ന നയം കൊണ്ടാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ നാട്ടിലെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ തന്നെ വളരെ പുറകോട്ട് പോയത്. ബിക്കോസ് ആൾക്കാർക്ക് പുതിയ പ്രൊഡക്ട്സ് കിട്ടുന്നതിൽ നിന്നും ആൾക്കാരെ എക്സ്പോഷർ കിട്ടുന്നതിൽ നിന്നും എല്ലാം ബാക്കിയുള്ള ഏഷ്യൻ രാജ്യങ്ങളെല്ലാം മുമ്പോട്ട് പോയപ്പോഴും നമ്മൾ വളരെ പുറകിൽ നിന്നത്. എൻ്റെ ഫാദർക്ക് ഇവിടെ വരുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, 75 വയസ്സിൽ പുള്ളി വരുമ്പോൾ ഇവിടുത്തെ ഒരു ഹോം ഡിപ്പോയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പുള്ളി ആക്രാന്തത്തോടുകൂടി എടുത്ത് വെക്കുകയാണ് ഓരോ സാധനങ്ങൾ എനിക്ക് നാട്ടിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ചവണ, പലതരത്തിലുള്ള ആണികൾ, നിസ്സാര സാധനങ്ങൾ. പുള്ളി പറയുന്നത് ഇങ്ങനത്തെയൊക്കെ കിട്ടാൻ നമ്മൾ എന്തോരം ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ജനറേഷനെ, നമ്മുടെ പാരൻസിന്റെ ജനറേഷനെ പിടിച്ചു നിർത്തിയത് ഈ കോമ്പറ്റീഷനൊന്നും ഇല്ലാതെ ഈ ചെറിയ സാധനങ്ങൾ, കുറച്ച് സാധനങ്ങൾ കൊടുത്ത് പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയ ഒരു സമീപനമായിരുന്നു നെഹ്റുവിയൻ കോൺഗ്രസിന്റെ സമീപനം. ആ സമീപനം കൊണ്ടാണ് ഈ നാട്ടിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനും അതനുസരിച്ചുള്ള കാര്യങ്ങളും നടക്കാണ്ട് പോയതും ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാരെല്ലാം ഈ അമേരിക്കയിലോട്ടൊക്കെ കുടിയേറേണ്ടി വന്നതും വേറെ ഓപ്പർച്യൂണിറ്റീസ് നോക്കിയിട്ട്. അപ്പോൾ അത് 1991 PV നരസിംഹറാവുവും മൻമോഹൻ സിംഗും കൂടി ഡിസ്മാൻഡിൽ ചെയ്യാൻ തുടങ്ങി. ഫോറിൻ FDI അലൗ ചെയ്തു, ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് അലൗ ചെയ്യുന്നു. പക്ഷേ ഈ ടാരിഫ് റിജൈം, ഇന്ത്യ തുടങ്ങി വെച്ച ഈ ടാരിഫ് റിജൈം 100, 150, 200% വരെ ടാരിഫ് ചുമത്തുന്നത് എന്നും അമേരിക്കയ്ക്കും ഇന്ത്യയിലോട്ട് എക്സ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾക്ക് ഒരു മുള്ളായിരുന്നു. അതിനെ ധൈര്യമായിട്ട് ഫേസ് ചെയ്യാനായിട്ട് ആദ്യമായിട്ട് ധൈര്യം കാണിച്ച ഒരു പ്രസിഡന്റാണ് ട്രംപ്. വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഇപ്പൊ ട്രംപിന് സോഫ്റ്റ് കോർണർ ഇപ്പോഴും ഇന്ത്യയോടുണ്ടെന്ന് പറയുന്നു. ട്രംപ് ഈസ് എ വെരി ട്രാൻസാക്ഷണൽ പേഴ്സൺ. ട്രംപിന് സോഫ്റ്റ് കോർണർ ആരോടും ഇല്ല. ട്രംപ് റെപ്രസെന്റ് ചെയ്യുന്നത് പ്രിറ്റി മച്ച് അമേരിക്കൻ വാല്യൂസ് ആണ്. ആസ് എൻ അമേരിക്കൻ ഐ ക്യാൻ ടെൽ യു, അമേരിക്കൻ ഫോറിൻ പോളിസി ഹാസ് നോ റിയൽ സോഫ്റ്റ് കോർണർ ഫോർ എനിബഡി. ദാറ്റ് ഈസ് വൈ ദേ ഡോമിനേറ്റ് ദ വേൾഡ്. ഇപ്പൊ ട്രംപിനെ സംബന്ധിച്ച് ഇന്ത്യയോടുള്ള സോഫ്റ്റ് കോർണറിന്റെ റീസൺ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ആണ് ഇന്ത്യയുടെ. ക്വാഡ് അലയൻസിൽ ട്രംപിന് ഇന്ത്യനെ വേണം. ചൈനയ്ക്ക് കൗണ്ടറായിട്ട് ഇന്ത്യ മാത്രമേ ട്രംപിനെ കരുതാൻ പറ്റുന്നുള്ളൂ. ഈ എല്ലാ റീസൺസും കൊണ്ടും ട്രംപിന് ഇന്ത്യന് വേണം. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇന്ത്യയുടെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഞങ്ങൾ പറയുന്നത് പോലെ വേണം. ഞങ്ങൾ ചിലപ്പോൾ ബ്രിക്സിൽ ജോയിൻ ചെയ്യും, ഞങ്ങൾ ബ്രിക്സ് കറൻസി ഉണ്ടാക്കും, ഞങ്ങൾ ഇഷ്ടമുള്ളതെല്ലാം ചെയ്യും, ഞങ്ങൾ ചേരിചേര നയമാണ്, ഞങ്ങൾ ഒരിക്കലും നിങ്ങളുടെ അലയാവാൻ പോകുന്നില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഞങ്ങൾക്ക് നിങ്ങളുടെ ബോംബറുകളും വേണം, എല്ലാം വേണം. ദാറ്റ്സ് നോട്ട് ദ വേ ഇറ്റ് വർക്ക്സ്. യു ഹാവ് ടു ഗിവ് ആൻഡ് ടേക്ക്. അത് നാച്ചുറലി മോഡിയും ട്രംപും കൂടിയുള്ള റിലേഷൻ കൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ചു അങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് മെന്റാലിറ്റി ഇന്ത്യ ഡെവലപ്പ് ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷേ സ്റ്റിൽ ദ ബ്യൂറോക്രസി ഈസ് വെരി സ്ട്രോങ്. പണ്ട് തുടങ്ങിയുള്ള കോൺഗ്രസിന്റെ കാലം തുടങ്ങി പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും.
ഇതൊരു ഇതൊരു ഒരു പേഴ്സണൽ ഇഷ്യൂ, ഒരു വൈകാരിക ഇഷ്യൂ ആയിട്ട് എടുക്കുന്നതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ വിൻസെന്റ്, ട്രംപ് നമ്മള് നമ്മുടെ വീട്ടിലെ കരിയും പലവ്യഞ്ജനവും ഒക്കെ ഏത് കടയിൽ നിന്ന് വാങ്ങിക്കണമെന്ന് നമ്മുടെ അയൽക്കാരൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ നമ്മള് റഷ്യയിൽ ഇല്ല, നിന്ന് അതാ ആയുധവും പറഞ്ഞത്. എണ്ണയൊക്കെ വാങ്ങിക്കുന്നത് ഇത് എത്രയോ കാലമായി നമ്മൾ വാങ്ങിക്കുന്നതാണ്. മാത്രമല്ല ജിയോഗ്രഫിക്കലി നമുക്ക് ഏറ്റവും സൗകര്യമുള്ള, ഏറ്റവും അടുത്ത് കിടക്കുന്ന രാജ്യം കൂടിയാണല്ലോ റഷ്യ. ഓക്കെ, നിങ്ങൾ വാങ്ങിച്ചോളൂ, അതല്ലേ ട്രംപ് പറഞ്ഞത്. ഇപ്പം സാബു പറഞ്ഞില്ലേ, യെസ് അല്ല, നമുക്ക് വാങ്ങിച്ച സ്ട്രെങ്ത് അതിന് ഉള്ള പിഴയൊക്കെ ഏരിയകളിൽ. ശിക്ഷിക്കാൻ ആ അല്ല, അതാ പറഞ്ഞത്. രീതിയിലേക്ക്. പിഴ എന്ന് പറയുന്നത് ഇന്ത്യയിൽ കയറി ഇന്ത്യയുടെ നിയമം അനുസരിച്ച് പിഴ വിധിക്കാൻ ട്രംപിന് പറ്റില്ലല്ലോ. ട്രംപിന് പറ്റാവുന്ന കാര്യങ്ങളല്ലേ ട്രംപിന് ചെയ്യാൻ പറ്റുള്ളൂ. ഇഫ് യു ആർ കോൺഫിഡന്റ്, ഗോ ഹെഡ് ആൻഡ് ഡു ദിസ്. ഇപ്പൊ സാബു പറഞ്ഞത്, ഐ എം റിയലി excited to hear that he sees not a big problem for a long time. It is just a short term thing. He is an industrialist, he is a businessman. Why we have to be with a begging bowl in front of anybody? Be strong. But ട്രംപ് പറയുന്നത് ഇന്ത്യനെ ഈ ടാരിഫിന്റെ കാര്യത്തിൽ ഇന്ത്യനെ പറഞ്ഞ് ഇന്ത്യനെ ഒരു അലയാക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. അമേരിക്കയുടെ അലൈ നേഷൻ ലൈക്ക് ഇസ്രായേൽ. അപ്പൊ ഈ അമേരിക്ക പറയുന്ന ചില കാര്യങ്ങൾ കേൾക്കേണ്ടി വരും. എല്ലാ കാലത്തും നോൺ അലൈൻ എന്ന് പറഞ്ഞിരുന്നത് എന്ത് പറ്റും? 1962 വാറിൽ ചൈന വന്ന് ഇന്ത്യയുടെ ഭൂപ്രദേശം എടുത്തുകൊണ്ട് പോയില്ലേ? നമ്മൾ അന്ന് നോൺ അലൈൻ ആയിരുന്നു. ഇൻഡോ ചീന ബായി ആയിരുന്നു. ചൈനയുടെ ഡിസൈൻസ് ആർ നോട്ട് ലോക്കൽ. ഇന്ത്യ ഡിഫൻസിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ ചെറുതായിട്ട് പിടിച്ചു നിൽക്കുക. പക്ഷെ ചൈനയുടെ പോയിന്റ് പോകുന്നത്, ചൈന ഫോറിൻ പോളിസിയെ കാണുന്നത് അമേരിക്കയ്ക്ക് കൗണ്ടർ ആവുക എന്നുള്ളതാണ്. ലോകം മുഴുവൻ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാനാണ് ചൈന നോക്കുന്നത്. ചൈന മിലിറ്ററിയിൽ ഹെവി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ചൈന ഈ പ്ലെയിനുകളും ഈ കപ്പലുകളും എല്ലാം റെഡി ആയി കഴിയുമ്പോൾ ഒരു 2032 കയറി അരുണാചൽ പ്രദേശ് പിടിച്ചെടുത്താൽ വി നീഡ് അലൈസ്. ഇന്ത്യ കനോട്ട് ഡിഫെൻഡ് ഓൺ ഇറ്റ്സ് ഓൺ. ചൈനയുമായിട്ട് ചൈന 2032 ചൈന എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ പോലെ ഫോഴ്സ് ഉള്ള ഒരു രാജ്യമായിരിക്കും. അപ്പോ അരുണാചൽ പ്രദേശ് പിടിച്ചു കഴിഞ്ഞാൽ 7 സിസ്റ്റേഴ്സ് പോയി ഇന്ത്യയുടെ. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അപ്പൊ ഇന്ത്യക്ക് സ്ട്രാറ്റജിക് ആയിട്ടുള്ള അലയൻസ് അമേരിക്കയായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ടാരിഫിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്താലും ക്വാഡ് അലയൻസിൽ കൂടി എല്ലാത്തിൽ കൂടിയും ചൈനയാണ് ഇന്ത്യയുടെ എനിമി, ഇന്ത്യയുടെ അടുത്ത് കിടക്കുന്ന രാജ്യം. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ചൈനയെ എങ്ങനെ ഒതുക്കാൻ പറ്റും, ചൈനയായിട്ടൊരു വലിയ വാർ ഉണ്ടാവാതെ എങ്ങനെ നോക്കാൻ പറ്റും എന്നുള്ളത് ഇന്ത്യക്കാരൻ ചിന്തിക്കണം. എല്ലാ കാലത്തും ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്നോളാം, ഞങ്ങൾ നോൺ അലൈൻഡ് ആണ്, ഇൻഡോ ചീന ബായി ആവും, ഇൻഡോ പാകിസ്ഥാൻ ബായി. പിന്നെ പാകിസ്ഥാന്റെ പ്രശ്നം, ദാറ്റ് ഈസ് അനദർ തിങ് ദാറ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. നമ്മൾ ഇതിനെല്ലാം വളരെ ഇമോഷണൽ ആയിട്ട് കാണുന്നത്. പാകിസ്ഥാൻ ഉള്ളതിൽ ഭേദം ഒരു മുസ്ലിം രാജ്യമാണ്, ഉള്ളതിൽ ഭേദമാണ്. അവർ ഇന്ത്യൻ മൂവീസ് ഇപ്പോഴും കാണുന്നു. അവരൊരു വലിയൊരു പരിയ നേഷൻ ഒന്നും അല്ല. ഈ പാകിസ്ഥാൻ കംപ്ലീറ്റ് ആയിട്ട് ചൈനയുടെ പോക്കറ്റിലാണ് ഇപ്പോൾ. അത് തിരിച്ചെടുക്കേണ്ട ആവശ്യം ട്രംപിനുണ്ട്. വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. അമേരിക്ക ഒരു വേൾഡ് പോലീസ് ആണെന്ന് നിങ്ങൾ എല്ലാവരും പറയുന്നു. വേൾഡ് പോലീസിന് എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കണ്ടേ? ഇന്ത്യയുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ? ഇന്ത്യ പറയുന്നു വേൾഡ് പോലീസ് ഇന്ത്യയുടെ കാര്യം മാത്രം നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ന്യായമാണ്. നമ്മൾ ശരിയായിരിക്കും, നമ്മൾ നല്ല മനുഷ്യരായിരിക്കാം, നമ്മുടെ പ്രിൻസിപ്പിൾസ് നല്ലതായിരിക്കാം, നമ്മൾ ബായി ആയിരിക്കാം, നമ്മൾ സത്യമേവ ജയത പീപ്പിൾ ആയിരിക്കാം, എല്ലാം ശരിയാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം അമേരിക്ക വേൾഡ് പോലീസ് ആണ്. നിങ്ങൾ അംഗീകരിക്കുന്നു, എല്ലാവരും അംഗീകരിക്കുന്നു. അപ്പൊ എല്ലാവരുടെ കാര്യം ഉത്തരവാദിത്വം അമേരിക്കുന്നു. അങ്ങനെ ഒരു ചിന്തയില്ല വിൻസെന്റ്. അത് അങ്ങനെ ചിന്ത ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ക്രിസ്റ്റീനെ നമുക്ക് വകുപ്പ് പറയാനേ പറ്റുള്ളൂ. ഇത്രയും ദൂരെ കിടക്കുന്ന ഇറാന്റെ സംഭവം അടിച്ചിടാൻ അമേരിക്കയുടെ പ്ലെയിനല്ലേ പറ്റുള്ളൂ, ആർക്കും പറ്റിയില്ലല്ലോ. ഇനിയിപ്പോൾ ഇറാനെ കൊണ്ട് ത്രെട്ടില്ലല്ലോ തൽക്കാലം. അടുത്ത 2-3 വർഷത്തേക്ക് ഇറാനെ കൊണ്ട് ത്രെട്ടില്ല. സോ വി നീഡ് എ പോലീസ് ഇൻ ദ വേൾഡ്. ദർ ആർ ലോട്ട് ഓഫ് ഫോഴ്സസ് ഇൻ ദ വേൾഡ് ദാറ്റ് വിൽ ആക്ട് അപ്പ് അതർവൈസ്. ലുക്ക് അറ്റ് സദ്ദാം ഹുസൈൻ, വാട്ട് ഹാപ്പൻഡ്? He was just taking over Kuwait one day. So we need somebody who can control this, and that better to be a decent nation doing that. America is reasonably decent. Yes, അമേരിക്കയുടെ പഴയ കാലത്ത് ഒത്തിരി പ്രശ്നങ്ങളാണ്, ഈ പ്രശ്നങ്ങൾ പലതും ഉണ്ടാക്കിയത്. I admit, I agree. പക്ഷേ still it's a democratic nation. Still administration changes every 4 years. We have to admit those facts. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യക്കും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അമേരിക്കയുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു തോന്നൽ ഇന്ത്യക്കും ഉണ്ടാവണം. ഈ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ അതിന് ഉപകരിക്കണം. എല്ലാം ഞങ്ങൾ വരണവരെ തന്നെ ജയിക്കണമെന്ന് ഇന്ത്യക്കാരന്റെ വാശി. ഏറ്റവും കൂടുതൽ ടാരിഫ് ചുമത്തുന്ന രാജ്യമാണ് ഇന്ത്യ. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ഏറ്റവും കൂടുതൽ ലോകത്തിൽ അവരാണ് ട്രംപിനോട് പറയുന്നത് 25% കൂടുതലാണ്. ഇത് എവിടുത്തെ ന്യായമാണത്? ഞാനൊരു ഇന്ത്യയിൽ ജനിച്ച ഒരു അമേരിക്കൻ സിറ്റിസൺ ആണ്. ഇപ്പോൾ എനിക്ക് ഇവിടെ എന്റെ പിള്ളേർക്ക് അവരുടെ ഫ്യൂച്ചറിനും നല്ലതാവുന്ന കാര്യങ്ങൾ അമേരിക്കയ്ക്ക് ഉണ്ടാവണമെന്നാണ് എന്റെ ആഗ്രഹം. ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് തുണി വന്നില്ലെങ്കിലും തുണി ഇന്തോനേഷ്യയിൽ നിന്ന് വരും, അവർ എഗ്രി ചെയ്തിട്ടുണ്ട്. തുണി ബംഗ്ലാദേശിൽ നിന്ന് വരും, തുണി പാകിസ്ഥാനിൽ നിന്ന് വരും. അമേരിക്കയ്ക്കല്ല നഷ്ടം. കിറ്റക്സ് സാബു തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, $87 ബില്യൺ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ 46 ബില്യൺ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ആ എക്സ്പോർട്ട് കുറഞ്ഞാൽ GDP 0.5%, 1% കുറയുമെന്ന് ശശി തരൂർ ഇന്നലെ സമ്മതിച്ചു. അപ്പോൾ വിശാലെ, നമ്മുടെ വിൻസെന്റ് സേവ്യർ പാലത്തിങ്കൽ പറയുന്നത് അനുസരിച്ചിട്ട് നമ്മളിവിടെ ഭരണഘടന എന്ന് പറയുന്ന ആ മഹത്തായ
ഗ്രന്ഥം അടിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട്, ഇന്ത്യ ഈസ് എ സോവറീൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്. ആ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇത്രയും നേരം വിൻസെന്റ് അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ഈ ഒരു പരമാധികാര രാജ്യത്തിന് എന്തിനാണ് ലോക പോലീസ്? ഒരു പരമാധികാര രാജ്യത്തോടെ ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ആരോട് എണ്ണ വാങ്ങിക്കണം, ആരോട് ആയുധം വാങ്ങിക്കണം, അങ്ങനെ വേണം ഇങ്ങനെ വേണമെന്ന് വരച്ചതുപോലെ വരച്ച വരയിൽ നിൽക്കാൻ എങ്ങനെ പറ്റും? അപ്പൊ ഞാൻ വിശാൽ പറയട്ടെ. അപ്പൊ വിശാലെ, ഈ പറയുന്ന ഒരു കോൺസെപ്റ്റ് അത് എത്രത്തോളം അംഗീകരിക്കാനാവും? ഒപ്പം തന്നെ 25% താരിഫിന്റെ കാര്യത്തിൽ ഞാനത് പറയും, അതിന് മേലൊരു പിഴ, അതിന് കുറച്ച് സമയം നീട്ടിത്തരും, ആ രീതിയിലൊക്കെ ഉള്ള ഒരു 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 എന്താ പറയുന്നത്, മുന്നോട്ട് പോക്ക്. താങ്ക് യു ക്രിസ്റ്റീന. ക്രിസ്റ്റീന വളരെ കറക്റ്റായിട്ട് പോയിന്റ് ഔട്ട് ചെയ്തു. ഞാനിങ്ങനെ ശ്രദ്ധിക്കുവല്ല, എന്താണ് ഈ നമ്മുടെ വിൻസെന്റ് പറയുന്നത്? ടാരിഫിനെ പറ്റി ചോദിക്കുമ്പോൾ അത് കേരളത്തെ എങ്ങനെ അഫക്ട് ചെയ്യിക്കുമ്പോൾ ചൈന, ബ്രിക്, പിന്നെന്താണ് ഇറാഖ് വാർ, സദാം ഹുസൈൻ, ഐ ഡോണ്ട് നോ വാട്ട് ഹി വാസ് സേയിങ്. എനിക്കൊന്നും ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു. But why you are saying you don't understand? It's all connected. America is the world power. We have to understand everything. We have to manage everything. What is in there for you not to understand? അപ്പോ നമ്മുടെ ഇൻഡസ്ട്രിയെയും കേരളത്തിലെ ഇൻഡസ്ട്രിയെയും കേരളത്തിലെ എക്കണോമിയും ഇന്ത്യയുടെ എക്കണോമിയും ഒക്കെ ഇത് അഫക്ട് ചെയ്യാൻ പോകാം. നോട്ട് ഓൺലി ജസ്റ്റ് ഇന്ത്യ ആൻഡ് കേരള, വേൾഡ് ഓവർ ഇറ്റ്സ് ഗോയിങ് ടു അഫക്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയട്ടെ, ഇതെല്ലാം ഒരു ഡിസ്ട്രാക്ഷൻ ആയിട്ടാണ് ഞാൻ കാണുന്നത്. ട്രംപ് എപ്പോഴും എന്തെങ്കിലും സ്കാൻഡൽസ്, എസ്പെഷ്യലി അദ്ദേഹത്തെ അഫക്ട് ചെയ്യുന്ന എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള സ്കാൻഡൽസ് വരുമ്പോൾ ഹി ഓൾവേസ് കം വിത്ത് ദിസ് ടാരിഫ് തിങ്. ആൻഡ് ദിസ് ഹാപ്പൻസ് ഇൻ 2018 to 2020. He imposed steel tariff. China trade war start ചെയ്തു. Same thing I think is happening right now because he's going through so many scandals, especially Epstein list and things like that. And that is one of the reason I think he's doing this thing. പിന്നെ സാബു ജേക്കബ് സാർ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ്, അദ്ദേഹം ഒരു $1 billion ഇമ്പോർട്ടർ ആണ്. സോ നമ്മളിവിടെ സംസാരിക്കുന്നത് how this going to affect the normal consumers, normal household. I mean, ട്രംപിനെ സംബന്ധിച്ചോ യുഎസിനെ സംബന്ധിച്ചോ of course the revenue is going to come, but actually it's going to affect the normal consumers. ഫോർ എക്സാമ്പിൾ, ഒരു $100 സാധനം സാബു ജേക്കബ് സാർ എക്സ്പോർട്ട് ചെയ്യുവാണെങ്കിൽ the importer has to pay $25 extra, which is automatically increasing $100 product price is increasing to $125, and which is passed on to the consumer. അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. So who is going to affect? Normal people. സാധാരണ ജനങ്ങളെയാണ് ഇതെല്ലാം അഫക്ട് ചെയ്യുന്നത്. ആൻഡ് ഫോർ ഷോർട്ട് ടേം സാബു ജേക്കബ് സാറിനെ പോലുള്ള ആൾക്കാർക്ക് ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു അഫക്ട് അസ് ബിക്കോസ് ഹി ക്യാൻ ലേ ഓഫ് പീപ്പിൾ ആൻഡ് ഹി ക്യാൻ അഡ്ജസ്റ്റ് വിത്ത് ദി ഫ്ലക്ച്വേറ്റിംഗ് എക്കണോമി. ബട്ട് in the end, what's happening is there is a lot of job losses going to happen, layoffs going to happen. The industrialist സംബന്ധിച്ച് അവർക്ക് അധികം പ്രയാസമില്ല. പക്ഷേ ഇമ്പോർട്ടേഴ്സിനെയും എക്സ്പോർട്ടേഴ്സിനെയും അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് വോളറ്റിലിറ്റി, പിന്നെ ജോബ് ലോസസ്, then supply chain is going to affect really big. And layoff is the biggest problem. And see, what they are saying is, America is saying the revenue will be increased. How much revenues will be increased? Maybe in the long term, up to 10 years term, if you look at it, maybe $3 trillion. But if you look at it, America's major revenue is actually comes from the payroll taxes. Payroll tax is $20 trillion. If the job loss is going to happen, definitely the American economy is going to shrink. There will be inflation going to happen. The world economy is going to shrink. It's going to ഒരു ചെയിൻ റിയാക്ഷൻ പോലെ എല്ലാവരെയും ഇത് അഫക്ട് ചെയ്യുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ച് ഇപ്പം ചോദിച്ചതിന് ഒരു ഉത്തരം പറയാം, കയർ പ്രോഡക്ട്സ്. ഇപ്പം സാബു ജേക്കബ് സാറിനെ സംബന്ധിച്ച് അത് അപ്പാരലാണ്. അപ്പാരലിനെ സംബന്ധിച്ച് ഇവിടെ പ്രൈസ് കൂടുമ്പോൾ പീപ്പിൾ സ്റ്റോപ്പ് ബൈയിങ് തിങ്സ്. അതിന് അവര് ഫസ്റ്റ് ഓഫ് ഓൾ എക്കണോമി ഷ്രിങ്ക് ചെയ്യുമ്പം ആദ്യം ആൾക്കാർ കുറയ്ക്കുന്നത് വസ്ത്രങ്ങൾ മേടിക്കുന്നത് കുറയ്ക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അവർ ബേസിക് ആയിട്ടുള്ള ഫുഡ് കാര്യങ്ങൾ അവർ ആദ്യം മേടിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ള സാധനങ്ങൾ മേടിക്കുന്നത്. ഇതേ സംബന്ധിച്ച് ഇപ്പോഴത്തെ എക്കണോമിസ്റ്റ് പറയുന്നത് ഏകദേശം $3,800 ഈച്ച് ഹൗസ് ഹോൾഡ് വിൽ ഹാവ് അവർക്ക് കുറയും. അവരുടെ ഇൻകത്തിൽ ശരിക്കും പറഞ്ഞാൽ കുറയും. കാരണം സാധനങ്ങൾക്ക് വില കൂടുമ്പം അവരുടെ ഇൻകം ടോട്ടലി കുറയുകയാണ്. ആൻഡ് സോ ദാറ്റ് പീപ്പിൾ സ്റ്റോപ്പ് ബൈയിങ് തിങ്സ്. This is definitely going to affect everyone, not just Kerala, India, or everyone, especially US consumers going to affect so badly. ഓക്കെ, നമുക്ക് സമയം വീണ്ടും വളരെ കുറവായതുകൊണ്ട് ഡോക്ടർ ജയശ്രീ, ഇപ്പോൾ ഞാൻ കൂടുതൽ ചോദ്യം ചോദിക്കുന്നില്ല. രണ്ട് പാനലിസ്റ്റുകളും പറഞ്ഞ കാര്യങ്ങൾ കേട്ടു. അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ കൃത്യമായ പ്രതികരണങ്ങൾ നടത്തുന്നില്ല, പല കാര്യങ്ങളിലും അമേരിക്കയ്ക്കെതിരെ എന്നൊക്കെ വിമർശിക്കുന്നവരുണ്ട്. അപ്പോൾ ഡോക്ടർ ജയശ്രീയുടെ ഒരു അഭിപ്രായം എന്താണ്?
ആക്ച്വലി ഞാൻ പറഞ്ഞതിൽ ഞാൻ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് വിശാലിന്റെ വ്യൂസ് ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കൺസ്യൂമേഴ്സ് ആണ് ഏറ്റവും കൂടുതലായിട്ട്, മിഡിൽ ക്ലാസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് സഫർ ചെയ്യാൻ പോകുന്നത് ഇതിനകത്തിൽ. കാരണം ഇപ്പൊ പറഞ്ഞതിന്റെ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇതുപോലെ അപ്പാരൽസിന്റെയും അതുപോലെ തന്നെ ഫാർമ ഇൻഡസ്ട്രി ഇമ്പോർട്ട് ചെയ്യുന്ന എല്ലാത്തിനും 25% പ്ലസ് ടാക്സ് ചുമത്തുകയാണെങ്കിൽ അത് അവർ ഈടാക്കുന്നത് കൺസ്യൂമർ കൂടെ ആയിരിക്കും. അപ്പോൾ നമ്മളുടെ ഇൻകം വലുതായിട്ട് കൂടുന്നില്ല, നമ്മളെ എക്സ്പെൻസ് കൂടുന്നു. അപ്പോൾ അവർ ഏറ്റവും കൂടുതൽ സ്ക്വീസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലും സെയിം കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. ഫാർമേഴ്സ് ഒരുപാട് ഇപ്പം ഇവിടെ നിന്ന് US നിന്ന് നമ്മളിപ്പോൾ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പറയുന്നത് തീരുവയില്ലാതെ. കാരണം ട്രംപിന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ടു വർക്ക് ഇൻ ബോത്ത് വേസ്. ഇറ്റ് കനോട്ട് ബി ഇൻ വൺ സൈഡഡ് ബിക്കോസ് ദ വേൾഡ് ഈസ് changed, right? It's a different world. So അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ടാക്സ് ഒന്നും ഇല്ലാതെയാണ്, അങ്ങോട്ട് മാത്രം അവർ മാത്രം ടാക്സ് കൊടുക്കുന്നു, ഇവിടുന്ന് ടാക്സ് ഇല്ല എന്നുള്ള രീതിയിലാണ് ഇതുവരെ ഡീൽ ചെയ്ത എല്ലാ ബിസിനസ് എഗ്രിമെന്റും നടന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇതില്ലാതെ നമ്മളെ ഇമ്പോർട്ട് ടാക്സ് ഇല്ലാതെ ഇന്ത്യയിലേക്ക് ഡയറി പ്രോഡക്ട്സും അതുപോലെ തന്നെ ആപ്പിൾ, ഫ്രൂട്ട്സ് അങ്ങനെയുള്ള പ്രൊഡ്യൂസ് എല്ലാം വരുമ്പോൾ നമ്മളുടെ നാട്ടിലുള്ള 65% ഓഫ് ദ പോപ്പുലേഷൻ ആർ ഫാർമേഴ്സ്, റൈറ്റ്? അങ്ങനെയുള്ള അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകളാണ് നമ്മളുടെ നാട്ടിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യ ഒരിക്കലും അതിനെ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ റഷ്യയുമായിട്ടുള്ള ഓയിലിൻ്റെ ആ ഒരു രീതിയിൽ അവിടെ മാത്രമേ ചിലപ്പോൾ ഒരു നെഗോഷിയേഷൻ നടക്കാനായിട്ട് ചാൻസ് ഉള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ ഇതിനോട് ഒരു നിസ്സംഗ മനോഭാവത്തോടു കൂടെ പോകുന്നതായിരിക്കും നല്ലത്. കാരണം ഇങ്ങനെ ഒരു ഇപ്പോൾ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മളുടെ ഓപ്പറേഷൻ സിന്ദൂർ, അങ്ങനെ ഒരു പഹൽഗാം അറ്റാക്ക് ഒക്കെ വന്ന സമയത്ത് തന്നെ നമ്മൾ കണ്ടതാണ്, യു ഹാവ് ടു ബി ഓൺ യുവർ ഓൺ. ആരും നമ്മളെ സഹായിക്കാനായിട്ട് വരത്തില്ല. ഐ ലിവ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, സോ ഐ എം വിത്ത് ബോത്ത് ആക്ച്വലി US ആൻഡ് ദ ഇന്ത്യ, ബട്ട് ഐ ഓൾവേസ് ഇറ്റ്സ് മൈ മദർലാൻഡ്. സോ ഐ എം ടെല്ലിങ്, ഇപ്പോൾ അവർക്ക് എല്ലാവരും അവരുടേതായിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സെൽഫ് സഫിഷ്യൻ്റ് ആയിരിക്കണം. അപ്പോൾ എല്ലാ കാര്യത്തിലും മുന്നോട്ട് പോകാൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള ഇന്ത്യയെ എനിക്ക് തോന്നുന്നില്ല, കാരണം ആഫ്രിക്കൻ കോണ്ടിനെന്റിലൊക്കെ ഇന്ത്യ നല്ല റിലേഷൻഷിപ്പ് സ്ഥാപിക്കുന്നുണ്ട്, പിന്നെ യൂറോപ്പിൽ. അപ്പോൾ വലുതായി ഒരു ഷോർട്ട് ടൈം ആയിട്ട് നമ്മളെ ഇന്ത്യയെ വലുതായിട്ട് അഫക്റ്റ് ചെയ്യും. ഒരു ഷോർട്ട് ടൈമിലാക്കി GDP ഗ്രോത്ത് ഒക്കെ ഇച്ചിരി കുറയും. പക്ഷേ ഇവഞ്ച്വലി ഇന്ത്യക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. പക്ഷേ US-നെ അത് കൂടുതലായിട്ട് ബാധിക്കും. കാരണം വി ആർ അറ്റ് വാർ വിത്ത് എവരിബഡി. ശരി, താങ്ക് യു മാം. എന്തായാലും ഒരു വിഭാഗം ആൾക്കാർ, ഈ രണ്ട് അഭിപ്രായങ്ങളും ഇപ്പോൾ നിലവിലുണ്ട്. ഒരു വിഭാഗം പറയുന്നു അത് ഇന്ത്യക്കൊരു ഹ്രസ്വകാലത്തേക്ക് ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ തന്നെയും അമേരിക്കയ്ക്കായിരിക്കും അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയെന്ന് പറയുന്നു. തിരിച്ചു പറയുന്ന സാമ്പത്തിക വിദഗ്ധരുമുണ്ട്. എന്തായാലും ലോകം ഒരു കുടക്കീഴിലെന്ന പോലെ പ്രവർത്തിക്കുമ്പോൾ ആ ലോകത്ത് ആശാസ്യമായ രീതിയിൽ എല്ലാവരും ഒരേപോലെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ലോക സാമ്പത്തിക ക്രമത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അത് ഏത് രീതിയിലായിരിക്കുമെന്ന് വരും ആഴ്ചകളിൽ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. വളരെ ചുരുക്കം മൂലം നമുക്ക് കൂടുതൽ സമയം തരാനുണ്ടായില്ല. എന്തായാലും വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ സാബു ജേക്കബ്, ശ്രീ വിൻസെന്റ് സേവ്യർ പാലത്തിങ്കൽ, ശ്രീ വിശാൽ ചെറിയാൻ ആൻഡ് ശ്രീ ഡോക്ടർ ജയശ്രീ നായർ. അപ്പോൾ എന്ത് തന്നെ ആയാലും ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കാണ്. ഇവിടുത്തെ നിയമങ്ങൾ എന്തായിരിക്കണം, നമ്മുടെ നയം, ചേരിചേരാ നയം വേണോ, ആരോടൊപ്പം ചേരണോ, ഇതൊക്കെ തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. അവിടെ നമുക്ക് ഒരാളിൻ്റെയും ആവശ്യമില്ല എന്ന് നമ്മുടെ ഭരണഘടന അടിയുറച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ അപ്പുറമായിട്ടുള്ള കാര്യങ്ങളെ എങ്ങനെ ഇന്ത്യ നേരിടും, ഏത് രീതിയിൽ അത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സ്വാധീനിക്കും, ഈ കൊച്ചു കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ, നമ്മുടെ സാധാരണ മത്സ്യ കർഷകരെയും നമ്മുടെ കയർ വ്യവസായികളെയും നമ്മുടെ കർഷകരെയും ഒക്കെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കും. എന്തായാലും ഈ മാസം 7 വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതുവരെ ട്രംപ് എന്താണ് തീരുമാനിക്കുന്നത്, ഈ പറയുന്ന തീരുവ വേണ്ട എന്ന് വെക്കുമോ, ഇതൊക്കെ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കിന്റെ ഈ വാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്.